നമസ്കാരം, സമഗ്രയിലേക്ക് സ്വാഗതം. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി IRPCയുടെ സഹകരണത്തോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്കായി ഒരുക്കിയ ഭക്ഷണ വിശ്രമ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. പൂവത്തിൻ കീഴിൽ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ചിറ്റാരിപ്പറമ്പ് പഞ്ചായത്ത് ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റി IRPCയുടെ സഹകരണത്തോടെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ തീർത്ഥാടകർക്കായി ഒരുക്കിയ ഭക്ഷണ വിശ്രമ കേന്ദ്രം ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P. ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. പല സംഘങ്ങളായി ഇവിടെ വരുന്നുണ്ട്. നെയ്യമൊക്കെ സംഘം, വളക്കുതിരി സംഘം, അങ്ങനെയുള്ള പല സംഘങ്ങളായി പല പ്രദേശങ്ങളിൽ നിന്നും ഒത്തുചേരുന്ന വിശ്വാസികളുടെ ഉത്സവമാണ് ഈ കൊട്ടിയൂരിലെ ഉത്സവം. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ ആരാധനാലയങ്ങളുണ്ട്. അതിനൊക്കെ ചില പ്രാദേശികമായിട്ടുള്ള പരിധി കാണും. പക്ഷേ ആ പരിധിക്കപ്പുറം കുറെ കൂടി വിപുലമായ നിലയിൽ ഭക്തന്മാർ വരുന്ന ഒരു കേന്ദ്രമാണ് കൊട്ടിയൂരിലെ ക്ഷേത്രം. അപ്പം അവിടെ നാനാ ദിക്കുകളിൽ നിന്നെത്തുന്ന ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായം നൽകൽ, അത് നാനാ വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാണ് 2023 ഇവിടെ ഒരു ഭക്ഷണ വിശ്രമ കേന്ദ്രം ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അത് വളരെ വിജയകരമായി നടത്തുകയുണ്ടായി. T. പവിത്രൻ അധ്യക്ഷത വഹിച്ചു. ടെമ്പിൾ കോർഡിനേഷൻ കമ്മിറ്റിയുടെയും IRPC സോണൽ കമ്മിറ്റിയുടെയും എല്ലാം സംയുക്താഭിമുഖ്യത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലം വിജയകരമായി പ്രവർത്തിച്ച് 3ാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ ഭക്ഷണ വിശ്രമ കേന്ദ്രം കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തോടനുബന്ധിച്ച് അവിടെ തീർത്ഥാടനത്തിന് വരുന്ന കേരളത്തിനകത്തും പുറത്തുമുള്ള വിശ്വാസികൾക്കുള്ള ഒരു സൗകര്യമാണ്. ജൂലൈ 4 വരെയാണ് കേന്ദ്രത്തിന്റെ പ്രവർത്തനം. പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം എന്നിവയോടൊപ്പം ദിവസവും വിവിധ കലാപരിപാടികളും സാംസ്കാരിക പരിപാടികളും അരങ്ങേറും. തീർത്ഥാടകർ എത്തുന്ന വാഹനങ്ങൾക്ക് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തുടർച്ചയായ 3ാം വർഷമാണ് ഭക്ഷണ വിശ്രമ കേന്ദ്രം പൂവത്തിൻകീഴിൽ പ്രവർത്തിക്കുന്നത്. NK ശ്രീനിവാസൻ മാസ്റ്റർ, K. ദിവാകരൻ മാസ്റ്റർ, P. ജിനീഷ്, K. ജയപ്രകാശ്, K. രഘുത്തമൻ, ഗോകുൽദാസ്, KB ശ്രീധരൻ, N. വിജയൻ എന്നിവർ സംസാരിച്ചു. ഇത് സാധാരണ പരമ്പരാഗതമായി കൊടുത്തു വരുന്ന ആളുകളുണ്ടല്ലോ, എന്തിനാണ് നിങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നത് എന്ന നിലയിലുള്ള ഒരു ചോദ്യമായിരുന്നു അന്ന് ഉയർന്നു വന്നത്. പക്ഷെ ആ ചോദ്യത്തിന് ഉത്തരം 23 വൈശാഖ മഹോത്സവ നാളുകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി. സമഗ്ര ന്യൂസ്, കൂത്തുപറമ്പ്.